നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ക്വാറന്റൈൻ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി. ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും ക്വാറന്റൈൻ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് സർക്കാർ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയാണ് ഒമാനിലെ പുതിയ ക്വാറന്റൈൻ നിയമം പുറത്തുവരുന്നത്. ഖത്തറിലെ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ നിർബന്ധമായും 7 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണം. ദുബായിൽ കോവിഡ് രോഗിയുമായി അടുത്ത സമ്പർക്കത്തിലായവർക്ക് പുതിയ ക്വാറന്റൈൻ നിയമങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ ഒമാനിൽ ഫെബ്രുവരി മാസം ഉച്ചയ്ക്ക് 12 മണി മുതൽ ഒമാനിലെത്തുന്ന എല്ലാ യാത്രക്കാരുടെ കൈവശവും 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയാൻ ഹോട്ടലുകൾ ബുക്ക് ചെയ്തതിന്റെ രേഖകളുണ്ടെന്ന് വിമാന കമ്പനികൾ ഉറപ്പാക്കണം. ഏത് ഹോട്ടലിൽ വേണമെങ്കിലും യാത്രക്കാർക്ക് ക്വാറന്റൈനിൽ കഴിയാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാക്കിയ പട്ടികയിൽപ്പെട്ട ഹോട്ടലുകൾ തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. കര, സമുദ്ര, വ്യോമ അതിർത്തികളിലൂടെ ഒമാനിലെത്തുന്ന എല്ലാവരും സ്വന്തം ചിലവിൽ നിർബന്ധിത ക്വാറന്റൈനിൽ കഴിഞ്ഞിരിക്കണം. ഖത്തറിലേക്ക് പ്രവേശിക്കുന്നവർക്കുള്ള ഹോട്ടൽ ക്വാറന്റൈൻ നിയമങ്ങളിൽ മാറ്റമില്ലാതെ തന്നെയാണ് തുടരുന്നത്. ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ നിർബന്ധമായും 7 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരിക്കണം. ഇന്ത്യ ഉൾപ്പെടെ കോവിഡ് വ്യാപന തോത് കൂടിയ ഗ്രീൻ പട്ടികയിൽപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ ആർക്കും ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഇളവുണ്ടാകില്ല. ഖത്തറിലേക്ക് വരുന്നവരിൽ ചില വിഭാഗങ്ങൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ടെന്നും പകരം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതിയെന്നും കാണിച്ച നേരത്തെ ഇറക്കിയ ഉത്തരവ് എടുത്തുകളഞ്ഞു. മോഡേണയുടെ കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്യുന്നതാണ്. അതേസമയം UAEയിൽ കോവിഡ് രോഗബാധ വ്യാപിക്കാതിരിക്കാൻ കുറഞ്ഞത് 10 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി നിർദ്ദേശിച്ചു. 2 മീറ്റർ സാമൂഹിക അകലം പാലിക്കാതെ 15 മിനിറ്റിൽ കൂടുതൽ കോവിഡ് രോഗിയുമായി കഴിയേണ്ടി വരുന്നവരാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുമായി അവസാനമായി കണ്ടത് മുതൽ 10 ദിവസമാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. രോഗലക്ഷണമൊന്നും പ്രകടമായില്ലെങ്കിലും PCR പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നാലും 10 ദിവസത്തെ ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കിയിരിക്കണം. 10 ദിവസത്തെ ക്വാറന്റൈൻ കാലയളവ് പൂർത്തിയാക്കിയ ശേഷം രോഗലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ PCR പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യവുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.